എല്ലാം നേടിയെന്ന് കരുതി നീ സന്തോഷിക്കണ്ട. വിഷമിക്കണ്ട. അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി, എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവൂ. ആ ബാധയെ തളച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. താളിയോല മന്ത്രങ്ങൾ മടക്കി വച്ചതാണ്. ബാധകളെ തളച്ചും ഒഴിപ്പിച്ചും കാലങ്ങൾ നീണ്ടു. ആയുസിന്റെ കണക്കിൽ ബ്രഹ്മാവിന് പോലും കൈപ്പിഴ പറ്റി. ഇനി നമുക്ക് മരിക്കണം. ഏഴുമലൈ ചാത്ത, എനിക്ക് ശക്തി പകരൂ. ഇനി ഒരു ശക്തിക്കും ഈ രക്ഷയെ മറികടക്കാൻ സാധിക്കില്ല. ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ ഈ ശക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? കൊള്ളാം. ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യം. എനിക്ക് നിന്നെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. നീ എന്നോളം വളരണമെങ്കിൽ അടുത്ത പൗർണമിയിൽ ഏഴുമലൈ ചാത്തിന് ഒരു നരബലി നടത്തണം. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിച്ചാൽ നിന്നോടൊപ്പം ചാത്തന്റെ സാന്നിധ്യം സുനിശ്ചിതം. ധൈര്യമായിരിക്കും, നിനക്കത് സാധിക്കും. അന്ന് എന്റെ പിൻഗാമി നീയായിരിക്കും. എന്റെ എല്ലാ കർമ്മഫലങ്ങളും നീ ഏറ്റുവാങ്ങണം. അതോടെ എനിക്ക് മോക്ഷം കിട്ടും. നിന്റെ മാർഗം ഉപയോഗിച്ച് എന്റെ ലക്ഷ്യത്തെ തകർക്കാൻ ശ്രമിക്കരുത്. പ്രതീക്ഷിച്ചു, നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചു. ശ്രമിച്ചാൽ 7 തലമുറയോളം നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്നെ ശാസിക്കുന്നു, നശിപ്പിക്കുന്നു. ഇല്ല, നിനക്കതിന് കഴിയില്ല.
മന്ത്രങ്ങൾക്കും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ സ്വയം ഉരുകി ഞാൻ മണ്ണിൽ ലയിച്ചോളാം. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഞാൻ ഇനിയും വരും. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല, ഈ നാറി. ഓ നാരി എവിടെടാ കിട്ടുവോ? ഓ, എന്റെ വല്ലപേട്ട നാരിയല്ല, നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ പേടിച്ചോ പേടിച്ചോ. അതെന്താ കുളിര് കുറെ ചക്കിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. ഒഞ്ഞി പോടാ. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരെ അനാവശ്യം പറഞ്ഞോളൂ. ലൈസൻസ് എടുക്കടാ. പോലീസിന്റെ ലൈസൻസ്. മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്കും ഞാൻ കേട്ടാ. എടാ പച്ചക്കുതിര. എന്ത്? അയ്യോ അയ്യോ അയ്യോ, നിവർത്തി നിർത്ത്. ഒരു കാര്യം ചോദിക്കാനാ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്ന? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി. ഇടിച്ചത് മുതുവത്താണെങ്കിലും കൊണ്ടതിന്റെ കൂമ്പിരാ. ഇങ്ങോട്ടാ. ഈ വടിയന്തിരടാ പാമ്പിനെ കൊല്ലാ. മാറിക്കടാ. ചെല്ലി ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഇനി ഇടിക്കരുത്. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഇത് നമ്മുടെ നമ്പറാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. എന്നാലും തമാശ, ഈ നമ്പർ നിനക്ക് നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? സമയത്ത് ഓർമ്മ വരണ്ടേ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? എല്ലാ തടസ്സങ്ങളും മാറി. ഇനി എന്തിനാ നമ്മുടെ കല്യാണം വൈകിക്കുന്നേ? എത്രയും പെട്ടെന്ന് നടത്തണം. അച്ഛൻ സമ്മതിക്കില്ലെന്നോ? ചുപ്രനാണല്ലേ, അച്ഛനെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കണം. ആർക്ക് വേണ്ടിയാ ചുപ്രൻ കല്യാണം കഴിക്കുന്നത്? അച്ഛന് വേണ്ടിയോ അത് ചുപ്രന് വേണ്ടിയോ? എങ്കിൽ ഞാൻ കണ്ണടിച്ച് തുറക്കുന്നതിന് മുന്നേ എന്റെ നെറ്റിയിലൊരു മുത്തുണ്ടാ. വേഗം താന്നേ. ചുപ്രൻ എന്താ ആലോചിക്കുന്നത്? വേഗം താ. ഓം ഭഗവാൻ. എത്ര കാലമായി ഈ ബന്ധം തുടങ്ങിയിട്ട്? സ്വാമി, ഞാൻ വേണ്ട, എല്ലാം നാം അറിയുന്നു. ഈ സ്വാമി അറിയുന്നു. വയ്ക്കോ. ഈ ഗ്രാമത്തെ നശിപ്പിക്കാനുണ്ടായ സന്തതി കൊന്നുകളയും ഞാൻ. വേണ്ട മൂപ്പ, അരുത് അരുതെന്ന് പറഞ്ഞില്ലേ? അവൻ അടിക്കല്ലേ മൂപ്പ, അടിക്കല്ലേ മൂപ്പ. എന്താ ഇത്? കൊല്ലും ഞാൻ. ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് പോരെ തീരുമാനമെടുക്കാൻ? ഞാൻ 100 വട്ടം ആലോചിച്ചതാ. വർഷങ്ങളായിട്ട് ചുപ്രനല്ലേ ചൂളയ്ക്ക് തിരികൊളുത്തുന്നത്. ഇപ്പൊ അവനെ ഒഴിവാക്കാന്ന് വെച്ചാ ഈ കരയിലെ ജനങ്ങളുടെ സ്വപ്ന ആ ചൂളക്കകത്ത്.
എന്റെ മോൻ കാരണം അത് കരിഞ്ഞുണങ്ങാൻ പാടില്ല. ചുപ്രനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ഇത്രയും വലിയ തെറ്റാണ്. അറിയാലോ, വർഷങ്ങൾക്ക് മുമ്പ് ദേവിയുടെ നടക്കല്ലിൽ തല തല്ലി മരിച്ച കാമുകന്റെയും കാമുകയുടെയും കഥ. ആ ശാപം ഇന്ന് ഈ നാട് അനുഭവിക്കുക. ഇനി ഇത് ആവർത്തിക്കണോ? നാളെ ഇടവും 15 ഞാൻ ചൂളയ്ക്ക് തിരികൊളുത്തുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടോ? മൂപ്പം പറഞ്ഞ ഞങ്ങൾക്ക് എതിർവാക്കില്ലല്ലോ.